ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ മാർക്സ് ആണ്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ക്വസ്റ്റ്യൻ മാർക്സ് വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഏതൊക്കെ സാഹചര്യത്തിലാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നതെന്നുള്ളത്. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ടു ഇൻഡിക്കേറ്റ് എ ക്വസ്റ്റ്യൻ ക്വയറി ഓർ ക്വയറി. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരാളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വയറി, ഒരാളോട് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഈ ട്രെയിൻ ഉണ്ടോ അല്ലെങ്കിൽ ദിസ് ട്രെയിൻ ഇസ് അവൈലബിൾ റൈറ്റ് നൗ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും ഇടുന്ന ഒരു മാർക്കാണ് ക്വസ്റ്റ്യൻ മാർക്ക്. യൂസ് എ ക്വസ്റ്റ്യൻ മാർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ഓൾ ഡയറക്ഷൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനെ അവസാനമാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. വാട്ട് ഈസ് യുവർ നെയിം, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഹൗ മച്ച് മണി ഡിഡ് യു ട്രാൻസ്ഫർ, നീ എത്ര പൈസയാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഡിഡ് യു സെൻഡ് യൂറോ പോൺസ്, യൂറോപ്പിലെ ഒരു ഫണ്ടാണ്, അപ്പൊ അത് അയച്ചോൻ ചോദിക്കുന്നതാണ്, അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ യൂസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ആഫ്റ്റർ എ ടാഗ് ക്വസ്റ്റ്യൻ. ടാഗ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ, അത് കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ യു ആർ ഫ്രഞ്ച് ആറന്റ് യു, നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കേട്ടിട്ടില്ല. യു ആർ ഫ്രഞ്ച്, നീ ഫ്രഞ്ച് ആണോ അതോ അല്ലേ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. സ്നോ ഇറ്റ്സ് ഗ്രീൻ, ഈസ് ഇറ്റ്, ഇത് ഗ്രീൻ ആണോ അല്ലയോ, ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. ഈ ഷുഡ് ഗോ ആൻഡ് സീ എ ഡോക്ടർ, ഷുഡൻറ്റ് ഈ, ഡോക്ടറെ പോയി കാണണ്ടേ അതോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ, ഡോണ്ട് ഫോർഗെറ്റ് ടു യൂസ് എ ക്വസ്റ്റ്യൻ മാർക്ക് അറ്റ് ദി എൻഡ് ഓഫ് എ സെന്റൻസ് ദാറ്റ് റിയലി ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എൻഡിൽ ക്വസ്റ്റ്യൻ മാർക്ക് ചോദിച്ചിരിക്കണം. ഹൗ എൽസ് വുഡ് ഐ ഗെറ്റ് ദെയർ ആഫ്റ്റർ ഓൾ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ എപ്പോഴാണ് എത്തേണ്ടേ, എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. വാട്ട് ഇഫ് ഐ സെഡ് ടു യു ഐ ഡോണ്ട് ലവ് യു എനിമോർ, ഞാൻ എന്താ പറഞ്ഞത് പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഒരിക്കലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയും, ഇനി ഞാൻ നിന്നെ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. ഹൂ നോസ് വെൻ ഐ വിൽ ഡൈ, ഞാൻ എപ്പോഴാണ് മരിക്കുന്നതെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്കാണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. ഈ ആസ്ഡ്, അവൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. നാലാമത്തെ, ഐ ഇൻ വെരി ഇൻഫോർമൽ വരുന്നത് റൈറ്റിംഗ് പേഴ്സണൽ ലെറ്റർ ഓർ ഇമെയിൽ. പേഴ്സണൽ ലെറ്റർ ഇമെയിൽ അയക്കുമ്പോഴത്തേക്കും പീപ്പിൾ സംടൈംസ് യൂസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ടു ടേൺ എ സ്റ്റേറ്റ്മെന്റ് ഇൻടു എ ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനോട്ട് മാറ്റാനായിട്ട് മിക്കവരും ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സി യു അറ്റ് 9 PM, നമുക്ക് 9 മണിക്ക് കാണാം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. ഇൻ ദ സെയിം സിറ്റുവേഷൻ ദേ മേ യൂസ് 2 or 3 ക്വസ്റ്റ്യൻ മാർക്സ് ടുഗെദർ ടു ഷോ ദാറ്റ് ദേ ആർ നോട്ട് ഷുവർ അബൌട്ട് സംതിങ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, ഇതേ സിറ്റുവേഷനിൽ നമ്മൾ 3 or 4 ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യും. അവർക്ക് ഈ കാര്യത്തെ പറ്റി അറിയത്തില്ലെങ്കിൽ 3 or 4 ക്വസ്റ്റ്യൻ മാർക്കാണ് യൂസ് ചെയ്യുന്നത്. ഐ തിങ്ക് യു സെഡ് ഇറ്റ് വുഡ് കോസ്റ്റ് 10, അതായത് €10. അപ്പോൾ അവിടെ നമ്മൾ $10. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ മാർക്ക് 3 ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. നമുക്കത് അറിയത്തില്ല എത്ര ആവോ ഇല്ല എന്നുള്ളത്, അതിനാണ് നമ്മൾ 3 ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. ഡു നോട്ട് യൂസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ആഫ്റ്റർ ആൻഡ് ഇൻഡയറക്റ്റ് ഓർ റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻ. ഇൻഡയറക്റ്റിൽ വരുന്ന റിപ്പോർട്ടഡ് വരുന്ന നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യത്തില്ല. ദ ടീച്ചർ ആസ്ക് ദം വാട്ട് ദെയർ നെയിംസ് വേർ, ടീച്ചർ ചോദിക്കും അവരുടെ പേരെന്തൊക്കെയാണെന്ന്. വാട്ട് ആർ യുവർ നെയിംസ് വരുമ്പോഴാണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. ജോൺ ആസ്ക് മേരി ഇഫ് ഷീ ലവ്ഡ് ഹിം, ജോൺ മേരിയോട് ചോദിച്ചു നിനക്ക് അവനെ ഇഷ്ടമാണോ. ഡു യു ലവ് ഹിം, നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. ഇങ്ങനെ ചോദിക്കും, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വരത്തില്ല. ഐ ആം വണ്ടറിങ് ഇഫ് ഷീ ഈസ് കമ്മിങ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വരുമോ, വരത്തില്ല. ഈ ഷീ കമ്മിങ് എന്ന് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം, ഈ ഷീ കമ്മിങ്. ഇൻഡയറക്റ്റ് ആയിട്ട് വളച്ച് ഒടിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന് ക്വസ്റ്റ്യൻ മാർക്ക് വരത്തില്ല. ഓക്കെ, many polite requests or instructions are made in the form of a question. many politeും അതിന് വരുന്ന റിക്വസ്റ്റും ഒക്കെ നമ്മൾ എന്തുവാ ക്വസ്റ്റ്യൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ബിക്കോസ് ദേ ആർ നോട്ട് റിയലി ക്വസ്റ്റ്യൻസ്, പക്ഷെ അവരെല്ലാം ക്വസ്റ്റ്യൻസ് ആണോ, അല്ല. ദേ ഡു നോട്ട് ടേക്ക് എ ക്വസ്റ്റ്യൻസ് മാർക്ക്, അവരത് ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് എടുക്കത്തില്ല. കുഡ് യു പ്ലീസ് സെൻഡ് മീ യുവർ കാറ്റലോഗ്, നിന്റെ കാറ്റലോഗ് ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നത് നമ്മളൊരു പൊളൈറ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നു, അന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് വരത്തില്ല. Would all first class and business class passenger new start boarding, അവരിപ്പോൾ ഒരു പറഞ്ഞത് വുഡ് ബി ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും പാസഞ്ചേഴ്സ് ഒക്കെ പുതിയതായിട്ട് ബോർഡിങ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് ക്വസ്റ്റ്യൻസ് വരത്തില്ല. ബി കെയർഫുൾ വിത്ത് ടൈറ്റിൽസ് ആൻഡ് ഒബ്സർവേഷൻസ് വെൻ ക്വസ്റ്റ്യൻ മാർക്ക്
ആർ ഇൻവോൾവ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇൻവോൾവ് ആവുമ്പോൾ ടൈറ്റിലും അതിന്റെ ഒബ്സർവേഷൻസ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കണം. ഹൂസ് അഫ്രൈഡ് ഓഫ് വർജീന വുൾഫ് വാസ് എ പ്ലേ ബിഫോർ ഇറ്റ് വാസ് എ ഫിലിം എന്ന് പറയുന്നത് ബിഫോർ ഇറ്റ് വാസ് എ പ്ലേ, അതൊരു കളിയായിരുന്നു, പക്ഷെ അതിപ്പോ ഒരു സിനിമയായി എന്ന് പറയുമ്പോഴത്തേക്കും അതിനും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരത്തില്ല. ഇൻഡയറക്റ്റ് ആയിട്ട്. പിന്നെ ഹൂസ് അഫ്രൈഡ് ഓഫ് വജൈനാസ് വുൾഫ് എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് വരും. വാസ് എ പ്ലേ ബിഫോർ ഇറ്റ് വാസ് എ ഫിലിം എന്ന് പറയുന്നത് വരത്തില്ല. ഹാവ് യു സീൻ ദ ഫിലിം ഹൂസ് അഫ്രൈഡ് ഓഫ് വജൈന വുൾഫ്, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ, അതിൽ ആർക്കാണ് വജൈന വുൾഫിനെ പേടിയുള്ളത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഹാവ് യു സീൻ ദി ഫിലിം ഹൂസ് അഫ്രൈഡ് ഓഫ് വർജീന വുൾഫ്, ആർക്കാണ് പേടിയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുമ്പോഴത്തേക്കും അതിനും 2 ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം നമുക്ക് അത്ര കൺഫേം ആയിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. ഹാവ് യു എവർ ബീൻ ടു LA എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ ലണ്ടനോ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. നോട്ട് ദാറ്റ് there should be no space immediately before a question mark കഴിഞ്ഞിട്ട് നമുക്ക് സ്പേസ്, ഒരു സെന്റൻസ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. നമ്മൾ സ്പേസ് ഒന്നും കൊടുക്കത്തില്ല, അങ്ങനെ തന്നെ ഇടുക. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്പൊ തന്നെ ഇടുക. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.